നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഇന്നലെ രാത്രി 3 AM പറയുന്നു ആലുവയിൽ വന്ന ഒരു സ്വകാര്യ കാറ് എടപ്പള്ളി ഭാഗത്ത് വച്ച് വീടിയിൽ ഇടിച്ച് പിള്ളേർക്ക് ഇടിച്ച് 2 പേര് മരിക്കും, 2 പേര് ഗുരുതരമായ ഇതിൽ നിൽക്കാണ്, മരിച്ചതറിയില്ല. ഞാൻ ആ സ്ഥലം രാവിലെ സന്ദർശിച്ചു. കാറിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ വലിയ പരിതാപം തോന്നി. വീണ്ടും പറയുന്നത് കേരളത്തിൽ 70 ശേഷം വാഹനങ്ങളുടെ എണ്ണം എത്ര ഇരട്ടി കൂടി അറിയുമോ? പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ. ഇത് ആലപ്പുഴ ആലപ്പുഴയിലെ പാർട്ടിയാണെന്ന് പറഞ്ഞത്, വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞത്. ഈ വിദ്യാർത്ഥികൾക്ക് കാറും കൊടുത്ത് പുറത്തേക്ക് വിടുന്ന കാരണന്മാർ ഇടയ്ക്കൊന്ന് വിളിച്ചു ചോദിക്കുമോ, ആരാണ്, എങ്ങനെയാണ് കണ്ടത്? ഒന്ന് ശ്രദ്ധിക്കാത്തതാണ്. നിങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ മതിയോ? സന്താനം ഉണ്ടാക്കിയിട്ട് വേറെ കാശും കൊടുത്ത് അന്വേഷിക്കണ്ടേ? ഇന്നലെ ഒരുത്തൻ 16 വയസ്സുള്ള കൊച്ച് കാർ കൊണ്ട് ഓടിച്ച് കുറേ പേർക്ക് പരിക്കേറ്റി. ഇന്ന് വേറൊരുത്തൻ കണ്ണൂരെ കണ്ടൊരു സ്ത്രീയെ കാകയറ്റി കൊന്ന്. എന്താണ് ഈ ഉടമസ്ഥൻ എന്ന് പറയുന്ന അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അവകാശിക്കോ ഇതില്ലേ? വാഹന പെരുപ്പം അനുസരിച്ച് അതിൻ്റെ 10-1 റോഡ് സൗകര്യമില്ല. ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേരള ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരിമാരുടെ ഈ വെളുപ്പം കയറിയുള്ള ഭക്ഷണം വിതരണമുണ്ടല്ലോ, അതൊന്ന് ചിന്തിക്കേണ്ടിരിക്കുന്നതിനെക്കുറിച്ച്. അത്ര സമയം വേണോ? ഇത് കൂത്താടി മദ്യം കഴിച്ചും മറ്റേത് കഞ്ചാവ് അടിച്ചും കാറെടുത്ത് ഇറങ്ങാണ്. ഭക്ഷണം എപ്പോൾ കിട്ടുമല്ലോ. അതുകൊണ്ട് ഒരു പരിധി വരെ തെറ്റിന് ക്ഷമിക്കണം. ഒരു പരിധി വരെ ഞങ്ങൾ ചിന്തിക്കത്തില്ല. ഒരു 10 മണി കഴിഞ്ഞാൽ, പണ്ട് പെട്രോൾ പമ്പ് എടുക്കുന്ന പോലെ 10 മണി കഴിഞ്ഞാൽ ഈ ഭക്ഷണം വിളമ്പതൊക്കെ ഒന്ന് നിയന്ത്രിക്ക്. തെറ്റുണ്ടോ? 10 മണിക്ക് എത്താവുന്ന രീതിയിൽ യാത്രക്കാർ എത്തുക, അല്ലാത്തൊരു വെളുപ്പിന് പോയിട്ട് നോക്കണം. ഇപ്പോൾ രാത്രി ബസ്സുകൾക്ക്, ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പോകുന്നത് രാത്രിയാണ് അധികം പോകുന്നത്. 8 മണി കഴിഞ്ഞാൽ പിന്നെ എത്ര വണ്ടികളാണ് ബാംഗ്ലൂർക്കും ബോംബെക്കും മറ്റേ പോകുന്നത്. എല്ലാം നല്ലത് തന്നെ, വേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 11-12 വെളുപ്പം വരെയുള്ള ഈ വണ്ടി ഭക്ഷണ വിതരണ ശൃംഖല, അവിടെയാണ് ഈ കൂട്ടുകൂടാനും തിന്നാനും പിടിക്കാനും ബഹളം ഉണ്ടാക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. അതുകൊണ്ട് അത് ഒന്ന് ചിന്തിക്കും. ഞാനത് നിരോധിക്കാനും പറയുന്നില്ല, അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ മണ്ടരാവും. പക്ഷെ അതൊന്ന് ബുദ്ധിയുള്ള നേതാക്കൾ അല്ലെങ്കിൽ ആൾക്കാരൊന്ന് ചിന്തിക്കുന്നതിനെ കുറിച്ച്. അതൊരു കാര്യം. മറ്റത് വന്ദേ മാതരം ബസ്, ട്രെയിൻ എറണാകുളം ബാംഗ്ലൂർ 8 മണിക്കൂർ എത്തും, 8.25 മണിക്കൂർ എത്തുവാണ്. നല്ലതാണ്. ആ 7 സ്റ്റോപ്പുള്ള 2 സ്റ്റോപ്പ് കേരളത്തിൽ, ബാക്കി 5 കർണാടകയിലാണ്. എന്തുമാകട്ടെ, അതിൽ പിന്നെ RSSന്റെ ശാഖയിൽ പാടുന്ന ദേശഭക്തി ഗാനത്ത് വരെ കുട്ടികളെ വിട്ടുകൊണ്ട് RSS ശാഖയിൽ പാടുന്ന ഒരു പാട്ട് പാടിയെന്ന് അവർ തന്നെ, റെയിൽവേ തന്നെ അറിയിപ്പിക്കുകയാണ്. അല്ല, മറ്റൊന്നല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ആകെ ജനസംഖ്യയിൽ 30% പോലും സംഘ് അനുഭാവികൾ ഇല്ല ഇന്ത്യയിൽ. ഈ വോട്ട് പാറ്റേൺ നോക്കി അറിയാം. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഇന്നും ബഹുഭൂരിപക്ഷം സംഘപരിവാറിന് എതിരെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ഹിന്ദു രാഷ്ട്രം വരാൻ വേണ്ടി പ്രഖ്യാപിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നത്? ചോദിക്കാനും പറയാൻ ആരില്ലെന്നാണോ? അങ്ങനെ അന്ധമായിട്ട് വിചാരിക്കരുത്. നിങ്ങൾ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ രീതിയിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ നോക്കിയാൽ ചുട്ട അടി കൊണ്ടിരും. ജനങ്ങൾ, ഹിന്ദുക്കൾ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഉൾപ്പെടെ എല്ലാം അതിനെതിരായിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആരാണ്? പ്രസിഡന്റ്, പ്രധാനമന്ത്രി, എല്ലാ 99.99% ഹിന്ദുക്കൾ തന്നെയാണ്. 1-2 ക്രിസ്ത്യാനിയുണ്ട്. ഒരു മന്ത്രിയാട്ടെ 2 ക്രിസ്ത്യാനി. ബാക്കി 99.9% ഹിന്ദുക്കളിന്. എന്നിട്ട് ഹിന്ദുക്കൾ അപകടത്തിൽ പറഞ്ഞ് സമരം ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കുമ്പോൾ വാസ്തവത്തിൽ അവരൊക്കെ ചന്തിക്കടിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അവൻ RSS ആയാലും ആരായാലും. ഞങ്ങളിപ്പോൾ ഞങ്ങൾ അന്ധമായ RSS വിരോധമല്ല. കാരണം വെച്ചാൽ പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളാണ് അതിൽ കൂടുതലുള്ളൂ. ബാക്കി
90% ദളിത് പിന്നോക്ക ജനവിഭാഗമാണ്, ന്യൂനപക്ഷ വിഭാഗമാണ്. ബാക്കി 10% സവർണ ഹിന്ദുക്കളുള്ളൂ. അതുകൊണ്ട് അവരിൽ സവർണരെ നമ്മൾ എതിർക്കുന്നില്ല, സവർണ ഫാസിസത്തെ മാത്രം നമ്മൾ എതിർക്കുന്നുള്ളൂ. എങ്കിലും പറയാണ് സംഘപരിവാറിൻ്റെ പ്രവൃത്തി ഇങ്ങനെ, നിങ്ങൾ ബുദ്ധിയുള്ള പിന്നോക്ക ദളിത് വെച്ച സംഘപരിവാർ RSകാർ ഒന്ന് ചിന്തിക്കണം, നിങ്ങൾ കാണിക്കുന്ന അതിന് കൂട്ടുന്നത് ശരിയാണോന്ന്. അങ്ങനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിട്ട് കൂട്ടിക്കാൻ ഞങ്ങൾക്ക് അവരെയും എതിർക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും ചെയ്യിക്കരുത്, പ്രത്യേകം പറയാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മോശമായിട്ടുള്ള അറിയിപ്പാണ്. മറ്റൊന്ന് ഈ പാം ഓയിൽ അല്ലെങ്കിൽ എണ്ണ അത് ഗവൺമെൻറ് അന്വേഷിക്കണ്ടേ. 1 ലിറ്റർ എണ്ണക്ക് വിൽക്ക് 155 രൂപക്കാണ്. സൂര്യകാന്തി ഓയിൽ. പക്ഷെ അതിൻ്റെ വിത്ത് 250 രൂപ വിലയുണ്ടെന്ന് പറഞ്ഞാൽ 2 കിത്ത് ആട്ടി എടുത്താലേ 1 കിലോ എണ്ണ കിട്ടുള്ളൂ പറഞ്ഞു. രണ്ടും എത്തുമ്പോൾ ശരി നമുക്കറിയില്ല, പറഞ്ഞു കേൾക്കണം. അങ്ങനെയെങ്കിൽ ഈ 625 രൂപ മുടക്കുമുതൽ വരുന്ന 1 ലിറ്റർ എണ്ണ എങ്ങനെ 155 രൂപയ്ക്ക് വിൽക്കും? അതാണ് നാളെ ആരോ പറഞ്ഞത്, ഓയിൽ കോർപ്പറേഷനിൽ നിന്ന് പെട്രോളത്തിൻ്റെ വേസ്റ്റ് ചേർക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതൊക്കെ അന്വേഷിക്കണം സർക്കാർ. ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സത്യം ഒന്ന് അന്വേഷിക്കണം. അതെന്താ മനസ്സിലാക്കാത്തത്? ഈ വസ്തു, ഈ ഓയിൽ റിഫൈനറിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഓയിൽ ചേർത്താൽ ബ്ലഡ് ക്യാൻസർ ഉണ്ടാവുന്നതാണ്. വെറും ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. അത് കഴിച്ചാൽ 185 രൂപയ്ക്ക് എണ്ണ വിൽക്കുകയും അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ചെലവ് മൂല്യം അതിൻ്റെ വിത്തിന് മാത്രം, റോ മെറ്റീരിയൽ മാത്രം 650 രൂപ വരുമെങ്കിൽ അതെങ്ങനെ ബിസിനസ് കണക്ക് ശരിയാകുന്നില്ലല്ലോ സാർ. പിണറായി സാറേ, അത് കണക്ക് ശരിയാകുന്നില്ലല്ലോ. ഭക്ഷ്യവകുപ്പ് മന്ത്രി, അത് കണക്ക് ശരിയാകുന്നില്ലല്ലോ. ഒന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന് പ്രധാന കാര്യം പറയാനുള്ളത് UDF നേതാക്കളോടും കോൺഗ്രസ് നേതാക്കളിലേക്ക്. നിങ്ങൾ പറയുന്നത് 110 സീറ്റ് കിട്ടും, UDF ഭരിക്കുമെന്ന്. ആ കേട്ട സന്തോഷം. പക്ഷെ ഇന്നിപ്പോൾ RSSന്റെ അന്വേഷണ ഏജൻസി എൻ്റെ ഒരു 10-70-80 ഇടയ്ക്ക് സീറ്റ് കിട്ടി LDFന് വീണ്ടും അധികാരത്തിൽ കയറുമെന്നാണ് അവർ പറയുന്ന റിപ്പോർട്ട്. അത് BJPയുടെ സഹായം ഇല്ലാതെയാണ് അവർ നിഷ്പക്ഷ ഇതൊക്കെ പറയുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, അവർ നമ്മൾ മുഴുവൻ അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, കോൺഗ്രസ് ഈ 110 സീറ്റ് പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിൽ? നമ്മൾ വോട്ടിംഗ് പാറ്റേൺ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒന്നുകൂടി വോട്ടിംഗ് പാറ്റേൺ ശ്രദ്ധിക്കാം. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ റിസൾട്ട് 14-ാം തീയതി വരുമല്ലോ, അറിയാമല്ലോ. അതിപ്പോൾ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ 99 സീറ്റിൽ വേറെ 98 സീറ്റ് ഇന്നും LDFന് നിൽക്കുകയാണ് ഇന്നത്തെ കണ്ടീഷനിൽ. ഒരു സീറ്റേ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങ് 71 പോയാൽ 27 സീറ്റ്, 71, 7, 78 27 സീറ്റ് കൂടുതലാണ് ഇന്നത്തെ കണ്ടീഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ കണ്ടി 27 സീറ്റ് പോയാലും LDF വേണമെക്കാം. പിന്നെ അന്ധമായി LDFന് വോട്ട് കുറയും, UDF ജയിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ്? ഞങ്ങൾ വീണ്ടും പറഞ്ഞു UDF അധികാരത്തിൽ കയറണം, LDFനെ നിലനിർത്തണം എന്നുള്ള ഞങ്ങളുടെ പോളിസി. അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഞാൻ പറഞ്ഞ ഒരിക്കലും പറയുകയാണ്, ഈ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും മനസ്സിലാകാത്തതുകൊണ്ട് പറയാണ്. 23% കേരളത്തിൽ ജനസംഖ്യ. അതിൽ 80% വോട്ടും LDFന് കഴിഞ്ഞ ഇലക്ഷൻ വെച്ചത്. ഇത്തവണ പിണറായി സർക്കാർ വരുന്നുണ്ടെങ്കിൽ 90% കൊടുക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണ്? 10%. 10% എന്ന് പറയുമ്പോൾ അത് 21 ഉണ്ടെങ്കിൽ 25 ഉണ്ടെങ്കിൽ 4-1. അപ്പോൾ 29 4-1 ഇല്ല, 5-1. 5-1 പങ്കിട്ട് കഴിയുമ്പോൾ 100 ഈഴവൻ വോട്ട് ചെയ്യുമ്പോൾ ഒരു ഈഴവൻ വോട്ടാണ് കോൺഗ്രസ് കിട്ടുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് UDFന് കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവർ ക്രിസ്ത്യൻ സമുദായം ആകെ 15%, അല്ല 5% കൺവേർട്ട് ക്രിസ്ത്യൻ, അത് കൃത്യമായിട്ടില്ല. ബാക്കി 10%. അതിൽ ഒരു 50%, 5%, 100 ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമ്പോൾ ഒരു 5 വോട്ട് കിട്ടും UDFന്. ബാക്കി 3 വോട്ട് LDFനും 2 വോട്ട് BJPക്കും. പിന്നെ 5% വരുന്ന കൺവേർട്ട് ക്രിസ്ത്യൻ 1 വോട്ട് 2 വോട്ട് കിട്ടും. അപ്പോൾ 7 വോട്ട് കിട്ടും. 100 വോട്ട് 7 വോട്ട് കിട്ടും. പിന്നെ നായേഴ്സ് അറിയാമല്ലോ, ആകെ 9%.
അതിൽ 50% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം വരെ BJPക്കാണ് കൊടുത്തത്. ഇത്തവണ ഒരു 70% ആകും. എന്നുവെച്ചാൽ NSS ഒക്കെ അതിനൊക്കെ അനുകൂലമായിട്ട് നിന്നിൽ ഇപ്പം അല്പം മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും സുകുമാരൻ നായർ പറയുന്നത് വോട്ട് പറയില്ല. ഒരു 10% കൂട്ടും. അപ്പോഴും ഒരു 60% വോട്ടും BJPക്ക് പോകും. ബാക്കിയുള്ള കിട്ടുള്ളൂ. അപ്പോഴും 100 നായർ ഒന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് UDF കിട്ടുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് LDF കിട്ടുന്നത്. പിന്നെ ദളിതിൻ്റെ 10% ഉള്ളതിലോ 10% ഉള്ളതിൽ 65% LDF ഭാവികളാണ്. അത് നിസ്സാര വോട്ടേ കിട്ടുള്ളൂ. മറ്റ് വിശ്വകർമ്മയ്ക്ക് ചേർന്ന് ദീപ വിഭാഗം ഉള്ള 3 വോട്ടുകളിലേക്ക് ഓരോ വോട്ട് വെച്ച് കിട്ടും. പിന്നെ എവിടെ നിന്നാണ് UDF നിങ്ങൾ വോട്ട് കിട്ടുന്നത്? പിന്നെ കിട്ടുന്നതാണ് പറഞ്ഞത്. ഏതാണ്ട് 40% ഉള്ളതിൽ 97% വോട്ടും ഇത്തവണ UDF ഞാൻ ഉദ്ദേശിക്കുന്നത്. 3% വോട്ടാണ് LDF പോകുള്ളൂ. അത് കിട്ടുമ്പോൾ ഒരു 1,40,000 ഉണ്ടെങ്കിൽ 3 പേട്ട് 1,30,000 വോട്ട് UDF കിട്ടിയാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ കോൺഗ്രസിൻ്റെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ കഴിവുകേടോ കൊണ്ടോ ഇപ്പോൾ കുറച്ച് മാറ്റം വീണ്ടും വന്നിട്ടുണ്ട്. കാരണം ഒന്ന് കൊച്ചിയിലെ സ്കൂളിൻ്റെ പ്രശ്നം, മറ്റൊന്ന് അറബിക് സർവകലാശാല. ഇന്നലെ ഞാൻ പറഞ്ഞത് എനിക്കും ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാതെ. ഞങ്ങൾ ഇൻ്റർനാഷണലാണ് ഞങ്ങളുടെ ഈ ചാനൽ പോകുന്നത്. എത്ര ആൾക്കാരൊന്ന് ചേരാൻ വേണ്ടി ക്യൂ കിടന്നറിയോ, ലൈൻ കിടക്കറിയോ നമ്മൾ അടുത്തത്. അപ്പോൾ അറബിക് സർവകലാശാല എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞില്ലേ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ? കുഞ്ഞാക്കായ്ക്ക് പറയണ്ടല്ലേ? കോൺഗ്രസ് പറയുന്നുണ്ടോ? പറയുന്നില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ നമ്മുടെ സതീശനൊക്കെ 110 സീറ്റ് കിട്ടും, 100 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്ത് അടിസ്ഥാനത്താണ്? ആകെ 41 സീറ്റാണ് ഉള്ളത്. ഇപ്പോൾ 42 ഉണ്ട്. 42ഉം 98ഉം അങ്ങനെ 140. ഈ 42 സീറ്റ് പോയിട്ട് ബാക്കി 30 72 ഏതാണ്ട് 29 സീറ്റിലും UDF പിടിച്ചെടുക്കണം. ഇത് ഇപ്പം നിലവിലുള്ളതിൻ്റെ പകുതിയിൽ കൂടുതൽ വേണം. 60% സീറ്റ് പിടിച്ചെടുക്കണം. ഈ അടുത്ത കാലത്ത് നടന്ന ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ UDF ഏതെങ്കിലും സീറ്റ് LDF പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ട്. അത് നിലമ്പൂർ. അത് അൻവർ 10,000-16,000 വോട്ട് പിടിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ 10,000 വോട്ടിൽ ജയിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടുമായിരുന്നോ? പിന്നെ പിന്നെ അവർ പറയുന്നത് മറ്റേ പോയിന്റ് ഉമ്മൻചാണ്ടിയുടെ സീറ്റ് കിട്ടിയ അതെന്താണ് കിട്ടാൻ കാരണം? ഉമ്മൻചാണ്ടി മരണത്തിന് ശേഷം മകൻ നിർത്തിയപ്പോൾ തരംഗം കൊണ്ട് കിട്ടിയല്ലേ. ഇനിയിപ്പോൾ അവിടെ നിന്നാൽ ഉമ്മൻചാണ്ടി മകൻ നിന്നാൽ പോയി ജയിക്കുമെന്ന് ഉറപ്പില്ല. അത് ഒരുപാട് കുത്തിയിരിപ്പ് വരുന്നുണ്ട്. പിന്നെ ഉമ്മ തോമസ് ജയിച്ച എന്താണ് ഞാൻ ഇന്നലെ പറഞ്ഞത്? 10,40,000 മുസ്ലിം വോട്ടുണ്ട്. അതിൽ 20,000 വോട്ടുകളും LDF കൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് 10,000 വോട്ട് മാറി UDF അതല്ലല്ലോ 11 നടക്കുന്നത്. മനസ്സിലാകത്ത് ചോദിക്കുകയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷനിൽ 100 സീറ്റ് ഉണ്ട്. അത് ആകെ 101 സീറ്റ് തൊട്ടാണ് കോർപ്പറേഷനിൽ. 100 മണ്ഡലമാണ് സീറ്റ് 101 പിന്നെ ഡിവിഷനാണ്. അല്ല 20% മുസ്ലിംകൾക്ക് ഒന്നുപോലും കൊടുത്തില്ല എന്ന് കേൾക്കുന്നുണ്ട്. ശരി തെറ്റ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 20% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ 40% മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല. അങ്ങനെ ഒരു ചിന്ത കോൺഗ്രസിന് ലാലുവിൻ്റെ പാർട്ടിക്കുള്ളില്ല. ദേശീയ ലെവലിൽ ബീഹാറിൽ പോലും ലാലുവിൻ്റെ പാർട്ടിക്കുള്ളിൽ ഇല്ല. എന്താണ് സംഗതി? അന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇനി ബീഹാറിൽ ഇലക്ഷൻ എല്ലാം കൊണ്ടും പിന്നെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലാലുവിൻ്റെ മോൻ്റെ കയ്യിലേക്ക് ബഹുഭൂരിപക്ഷം വോട്ടും കിട്ടി ജയിക്കും ഭരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നണി വിചാരിക്കുന്നത്, ഇന്ത്യ മുന്നണി വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പക്ഷേ എന്തെങ്കിലും മോശം വന്നാൽ തീർന്നില്ലേ ഇപ്പോൾ? കാരണം നമ്മൾ പറഞ്ഞു ജയപ്രകാശ് നാരായണജി പറഞ്ഞ് ഭാഷയുണ്ടെന്ന് അതാ വീണ്ടും പറഞ്ഞത്. അവർ പറഞ്ഞാൽ കോൺഗ്രസ് വെച്ച് നോക്കി എല്ലാവരും ചേർക്കാതെ അറിയാം. അതുപോലെ ബാക്കി പറയും ഈ ലാലുവിൻ്റെ മോനെ കൊണ്ടോ മുലായത്തിൻ്റെ മോനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ രാഹുൽ ഗാന്ധി കൊണ്ട് പറ്റിയിട്ടുണ്ടോ? തൊട്ടും തൊടുവില്ല, അവിടെ തൊടുക ഇവിടെ തൊടുവില്ല. അങ്ങനെ അതിനൊക്കെയാണെങ്കിൽ വോട്ടേഴ്സിൻ്റെ ആ വൃത്തികേടുകൾ തന്നെയുമല്ല. കേരളത്തിൽ പോലും കേന്ദ്രത്തിൻ്റെ ആഗ്രഹം LDF എന്നാണ്.
എൽ ഡി എഫിൻ്റെ ആഗ്രഹം എൽ ഡി എഫ് വരും തന്നെയാണ്, അവരങ്ങനെ ആഗ്രഹിക്കുള്ളൂ. കോൺഗ്രസിൽ ചെറിയ വിഭാഗം എൽ ഡി എഫിന് വന്നാലും കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അതിസന്നാഹമായിട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ് തന്നെ വരണം, കോൺഗ്രസ് വരണം എന്ന് ചിന്തിക്കുന്നത് വളരെ കുറച്ച് പേരുള്ളതേ. ഇപ്പം ഞങ്ങളെപ്പോലുള്ള കുറേ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത്ര ആഗ്രഹം ആരായാലും എന്താ അങ്ങനെ വരുമ്പോൾ എന്നിട്ടും പറയുന്നത് 110 സീറ്റ് കിട്ടും, 100 സീറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോഴും കാലുമാറ്റ തകതി നടക്കാണ്. കോഴിക്കോട് DCCയിൽ അടിയുണ്ടായതൊക്കെ വാർത്ത കേൾക്കുന്നത്. സജീറിനായിട്ട് സീറ്റ് കൊടുക്കാത്ത പേരിൽ ട്രിവാൻഡ്രത്ത് വിഷയമുണ്ട്. അതിനൊക്കെ ശശി തരൂരിന് തന്നെ നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശശി തരൂർ 4ാമത് പ്രാവശ്യം ജയിച്ചു വന്നയാളും കുറച്ച് സ്വാധീനം, കുറച്ച് വോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അത് അല്ല, ഒരു വോട്ട് പോയി 2 വോട്ട് ഫലം ചെയ്യാണ്. രാഷ്ട്രീയത്തിൽ ഇലക്ഷനിൽ ഒരു വോട്ട് മാർഗം 2 വോട്ട് ഫലം ചെയ്യുന്നില്ല. ഒരു വോട്ടല്ല. ഇന്നത്തെ കളിയിൽ ശശി തരൂരിനെ കൂടെ നിർത്താൻ പറ്റുമോ, എന്താ കളയാൻ പറ്റുമോ? പുള്ളി വന്ന പോയിന്റ് 100% തെറ്റ് പറയാൻ പറ്റില്ല. എന്നാലും ഒരു കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ വളയത്തിൽ കൂടി ചാടിയത് പുള്ളി വളയില്ലാതെ ചാട്ടം തുടങ്ങി. അതുകൊണ്ടാണ് കോൺഗ്രസ് അകന്നു പോയത്. അത് പുള്ളിക്ക് ദൂഷ്യമാണ്, കോൺഗ്രസ് ദൂഷ്യമാണ്. ഇപ്പോഴും ബി പ്രാക്ടിക്കൽ, പ്രായോഗികമായിട്ട് ചിന്തിക്കാൻ ഈ കോൺഗ്രസും UDF ഒന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇത് പുറമെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷയം നിർത്താം. അത് മറ്റൊന്നുമല്ല, കേരളത്തിന് തലസ്ഥാനം മധ്യ കേരളത്തിൽ മാറ്റാൻ പറഞ്ഞ് കുറേ നാളുകളായി ശ്രമിക്കുകയാണ്. അത് ഏറ്റവും അടുത്ത് ഏതാണ്ട് ഒരു ധാരണ ഘട്ടം വന്നപ്പോഴാണ് വളരെ ആഴത്തിലും ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ മധ്യ കേരള തലസ്ഥാനവും ഉത്തര കേരള സംസ്ഥാനവും ഇന്നത്തെ രീതിയിൽ കേരളത്തിന് അനുയോജ്യമല്ല, പ്രായോഗികമല്ല. പിന്നെ എന്താണ് അപ്പോൾ എടുത്തോളി, തലസ്ഥാനം തിരുവനന്തപുരത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ, അതായത് ചാലക്കുടിക്ക് എറണാകുളത്ത് കിടക്ക് തുടങ്ങുക. അങ്ങനെ കറുകുറ്റിയിൽ കുറേ 2-3 സ്ഥലമുണ്ട്. 10,000 2000 വരുന്ന സ്ഥലം കിടപ്പുണ്ട്. ഒരു 1000 കോടി രൂപ, ഒരു 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വേണേൽ ഏതാണ്ട് 1000 കോടി രൂപ. അത് വിദേശ മലയാളി തരാൻ തയ്യാറാണ്. നമ്മൾ വിദേശ മലയാളി യോഗം കൂടിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 30 കോടി പിരിച്ചാണ് ഒരു കുട്ടിക്ക് അസുഖത്തിന് മരുന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ മലയാളി തരും. അപ്പോൾ ഫണ്ടും മലയാളി ഉണ്ട്, സ്ഥലമുണ്ട്. ഗവൺമെൻറ് ഓടിട്ട മാത്രം മതി. അത് ഏതാണ്ട് തത്വത്തിൽ എതിർത്തില്ലെങ്കിൽ അനുകൂലിച്ച് പറഞ്ഞില്ലെങ്കിൽ എതിർത്തില്ല. സർക്കാരും അതിനോട് ഏതാണ്ട് ചായപാട്. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നല്ല ശതമാനം അസോസിയേഷനൊക്കെ ഇത് അനുകൂലം. കാരണം അവർക്കെല്ലാം വടമാർ ഏരിയയിലുള്ള ആൾക്ക് വരാൻ താമസമുണ്ട്. ഒരു 10-50% പേര് അവിടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ്. അതുകൊണ്ട് അവർക്കൊന്നും ഇപ്പോഴത്തെ മാറാൻ പറ്റില്ല. ബാക്കി 50% ഉണ്ട്, അവർക്ക് മാറാം. അവർക്ക് താല്പര്യപ്പെടുന്നത് മാത്രമല്ല, തിരുവനന്തപുരം പട്ടണത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തിരക്ക്. ഇപ്പം തന്നെ ഭൂമി തരം മാറ്റാൻ 10 ലക്ഷം 5 ലക്ഷമായിട്ട് അപേക്ഷ കിടക്കുന്നുണ്ട്. ആർക്കും സാധിക്കും? എത്ര സെൻറ്റാവുണ്ട്? അതൊന്നും പഴയ ഘട്ടങ്ങൾ മെഷീനറി ഒന്നും കാര്യമായിട്ടില്ല, ഒക്കെ മോശമാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങളെ കൂടുതൽ സേവിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു വിങ് നേരെ മധ്യ കേരളത്തിലേക്ക് കൊരട്ടി, ചാലക്കുടി, അങ്കമാലി ഭാഗത്തേക്ക് മാറ്റിയാൽ അവിടെ തിരക്ക് കുറഞ്ഞ് അവിടുത്തെ ആൾക്കാർക്ക് കാര്യം എളുപ്പം നടക്കും, വളരെ ഭംഗിയായിട്ട് നടക്കാം, വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, പണ്ട് കാലത്ത് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് വീണ്ടും തലസ്ഥാനം മാറ്റിയപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച നേതാക്കൾ പോയ വഴി ചമ്പൽ താഴ്വര വഴിയാണ്. അന്ന് ആ ചമ്പൽ താഴ്വരയിലായിരുന്നു തുടങ്ങിയതെങ്കിൽ ഈ 100 വർഷം കൊണ്ട് ഇന്നിപ്പോൾ ലോകത്തെ ന്യൂയോർക്കിനൊക്കെ വലിയ സിറ്റി ആയിട്ട് വന്നേനെ. കാരണം 1000 ഏക്കർ ഭൂമി കിടക്കാണ് അവിടെ. പാദസ്പർശമേൽക്കാത്ത നല്ല വിരിഞ്ഞ മാറും തുറന്ന് ഹൃദയം എന്ന് പറയുമ്പോൾ നല്ല വിരിഞ്ഞ ഭൂമി. നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ റൺവേയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല റൺവേ എന്നാണ് പൈലറ്റ് അവർ പറഞ്ഞത്. കാരണം ഭൂമിയും തിരയൊക്കെ അടുത്ത് കിടക്കുന്നു, ഏതാണ്ട് സമനിലാണ്, ആദ്യം ബലം പിടിക്കാതെ ഇറക്കാൻ പറ്റും. അതുപോലെ നല്ല സ്ഥലമായിരുന്നു. ഡൽഹിയോ ഏറ്റവും കഴിഞ്ഞ ദീപാവലി കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ വേൾഡ് ബേസ്ഡ് സർവേയിൽ ഏറ്റവും പൊല്യൂഷനുള്ള സിറ്റി ഡൽഹിയാണ്. തൊട്ട് ആൾക്കാർ താമസിക്കല്ലേ. അവിടെയാണ് ഈ പടക്കം പൊട്ടിക്കുന്നത് ഒരു മതവിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണോ?
ഞാൻ ആ ഒരു മതത്തിലെ ആചാരത്തിനൊന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ ഒരു വിശ്വാസമാണ്. പക്ഷെ പടക്കം പൊട്ടിയ ഇങ്ങനെ അപകടം ഉണ്ടെന്ന് കോടതിയും ഭരണകൂടം പറഞ്ഞാൽ എന്നിട്ടും പൊടിക്കുമെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടല്ലേ. ഞങ്ങൾക്ക് ഡൽഹിയിൽ മാസത്തേക്ക് പോകേണ്ടതാണ് കമ്പനിക്ക്, ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ട് വരണം, പറ്റില്ല അവിടെ നിന്ന് താമസിക്കാൻ. ആ ഡൽഹി ഇരിക്കുന്ന ചുറ്റുപാട് കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. ബാക്കിയെല്ലാം പിന്നെ ചാണകത്തിൻ്റെ നാറ്റവും ഇത് ഒട്ടകത്തിൻ്റെ കുതിരച്ചാണകത്തിൻ്റെ നാറ്റമൊക്കെയാണ്. ഇത് തന്നെ ഏതാണ്ട് ഒരു 5-10 വർഷം കഴിയുമ്പോൾ ചുവാണ്ടത്ത് തന്നെയാവും ശ്വാസം മുട്ടി കിട്ടും. ഇപ്പം തന്നെ ശ്വാസം മുട്ടി തുടങ്ങി. അതിനൊക്കെ ഒരു പരിഹാരം കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ വേണം എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആദ്യം പറഞ്ഞ ഒരു കണക്ഷൻ, ഒരു റേഷൻ കാർഡ് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വലിയ ലൈറ്റ് ഇടുമ്പോഴല്ല, കുറച്ച് പുതിയ കാര്യങ്ങളില്ലേ. ഇതിന് സാധ്യതയുള്ള ഒരു കാര്യം 2-3 പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം. ഒന്ന്, പലർക്കും സംശയം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാല സംഭവം വിലയിരുത്തിയാൽ നമ്മൾ പുതിയനെ വിലയിരുത്താൻ പറ്റുള്ളൂ, അല്ല വരാനുള്ള കാര്യം പ്രവചിക്കാൻ പറ്റുള്ളൂ, അനുഭവം ഇല്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ കാര്യം വിലയിരുത്താൽ 1969 ഐലൻഡിലെ വിമാനത്താവളം എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക്, ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ചെമ്പരയ്ക്ക് വാഴക്കുള്ള ആ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴേ അന്ന് മാതൃഭൂമിയിൽ ന്യൂസ് വന്നു. അന്ന് എനിക്ക് മാതൃഭൂമിയാണ് കൂടുതലായിട്ട്, മനോരമ അതിന് ശേഷമാണ് കൂടുതൽ. മാതൃഭൂമി വന്ന് ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അറിയുന്നത് പറഞ്ഞ് എനിക്ക് പ്രാന്താണെന്നാണ്. ആയിക്കോട്ടെ, ഞാൻ കുറ്റം പറഞ്ഞില്ല, അത് അവർക്ക് അത്രയും ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. ഇന്നൊരു കാര്യം പറയാം, വീണ്ടും ഈ എയർപോർട്ട് 2045 പണി തുടങ്ങി 2050 ഉദ്ഘാടനം ചെയ്തു. അത് ഐലൻഡിലേക്ക് വരും. കാരണം ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ വെള്ളച്ചെല്ലുള്ളതുകൊണ്ട് കൊച്ചി നെടുമ്പാശ്ശേരിക്കാലും ബുദ്ധിമുട്ട്, അത് ഇങ്ങോട്ട് മാറ്റും. കടൽ തീരായതുകൊണ്ട് അവിടെ സാധാരണഗതിയിൽ വെള്ളപ്പൊക്കോ കടൽക്ഷോഭം വരില്ല. പിന്നെ സുനാമി പോലെ വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ എല്ലാം തീർന്നത് അതുപോലെയാണ്. ബാക്കി ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നാഷണൽ എയർപോർട്ട് അവിടെ തന്നെ നിൽക്കും. അങ്ങനെ നടക്കും. അപ്പോൾ 2045 തുടങ്ങി 2050 ഉദ്ഘാടനം നമ്മളൊന്നും ഉണ്ടാവില്ല പറയാണ്. അത് കഴിഞ്ഞു. അതിനുശേഷം 1975 ഇത് 1969 1975 മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും പറഞ്ഞത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്ക് അല്ലെങ്കിൽ വൈപ്പിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് കടലിൽ അടിയിൽ കൂടിയോ കടൽ മുകളിൽ കൂടിയോ പാലം വേണമെന്നുള്ള സ്വപ്നമായിരുന്നു 1975. അത് 25 വർഷം മുമ്പ് അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത് ഇപ്പോൾ ഏതായാലും തറക്കലെല്ലാം തീരുമാനമായിട്ടുണ്ട്, നടക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത അങ്കമാലി 1999 2001 വർഷം മുമ്പ് അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് ഇവിടെ നോക്കി പ്രവർത്തിച്ചത്. അതും ഭാഗികമായിട്ടും അതും പരിപാടി തീരുപാട് ഇപ്പോൾ പുതിയ എന്തോ അലോട്ട്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടത് MP നമ്മുടെ ഭരം പറഞ്ഞു. അപ്പോൾ ഏതായാലും അത് നടപ്പി. അപ്പോൾ ഇത്രയെല്ലാം കാര്യങ്ങൾ യാഥാർത്ഥ്യമായി എങ്കിൽ 1964 ആഗ്രഹമാണ്, 66 സ്വപ്നമാണ് സെക്രട്ടേറിയറ്റ് തലസ്ഥാനം മാറ്റാനുള്ളതായിരുന്നു. അത് മാറ്റി സെക്രട്ടേറിയറ്റ് അനക്സ് മാറ്റാനുള്ളത്. അതും നടപ്പിലാകുമെന്ന് ബഹുമാനപ്പെട്ട ജനങ്ങളെ നിങ്ങളോട് വിനയപൂർവ്വം സ്നേഹപൂർവ്വം മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പറയാണ്. അവിടെ എല്ലാം ശുഭമായി കലാശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.